കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലെന്നും നിന്നിൻ നെഞ്ചിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാനേ കിളിമരത്തണലോരം കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലെന്നും നിന്നിൻ നെഞ്ചിൽ പൂക്കാലം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് ശനിയാഴ്ച അല്ലേ? അപ്പോൾ ഇവിടുത്തെ വിശേഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നൊരു ഫുഡ്, പെട്ടെന്ന് തട്ടിക്കൂട്ടുന്നൊരു ഫുഡ് കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല വെയിലാണ്. അയ്യോ, ഈ ആഴ്ച മുഴുവൻ ഒരു 25-30 ഡിഗ്രി വെയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഗവൺമെൻറ്. അപ്പോൾ നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്, നല്ല ചൂടല്ല ഭയങ്കര ചൂട് കേട്ടോ. അതുകൊണ്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ആരും പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത് കുറവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചോറ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ജീരകശാല അരി വെച്ച് നല്ലൊരു നമ്മുടെ സാധാരണ കറുവപ്പട്ട, ജീരകം, പിന്നെ ഏലക്ക എല്ലാം ഇട്ട് ഞാൻ ചോറുണ്ടാക്കി വെച്ചു കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ബിരിയാണി റൈസൊക്കെ വെച്ച്. ഇതൊരു ചെറിയ എന്താണ് ഒരു മിക്സ് വെജ് എല്ലാം കൂടി ഇട്ടിട്ട് ഉള്ളൊരു ചെറിയ ഒരു റെസിപ്പി കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഓൾറെഡി ഇരിപ്പുണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം കൂടെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ ചോറിനകത്ത് ഇടാൻ വേണ്ടി നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഒന്ന് ചെറുതായിട്ട് വേവിക്കുന്നുണ്ട്. പിന്നെ നെയ്യൊക്കെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇതുണ്ടോ, മല്ലിയൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെ ചിക്കൻ കറിയും, പിന്നെ നമ്മുടെ ഇതുണ്ടോ ഗോബി മഞ്ചൂരി, നമ്മുടെ എന്താണ് ബ്രോക്കോളി അല്ല മറ്റേ സംഭവമല്ലേ, അതാണ് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയേ. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ്, എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിലോ പോകാൻ വേണ്ടി. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് ഇപ്പം പേര് കിട്ടി കേട്ടോ. കോളിഫ്ലവർ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ മഞ്ഞ കളർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മഞ്ഞപ്പൊടി ചേർത്താണ് കേട്ടോ. അപ്പോൾ ഇതും പിന്നെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബിരിയാണി അരിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ കറി നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. നമുക്കിന്ന് ഇളക്കാവേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ സമയം കിട്ടിയില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ച പിള്ളേർക്ക് അവധിയാണല്ലോ. അപ്പം ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ മുടിയൊക്കെ വളർന്നു. അപ്പോൾ അവൻ്റെ മുടി ഒന്ന് വെട്ടിക്കാൻ കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ 3 പേരും ഞാനും പിള്ളേരും കൂടെ പോയി മുടിയൊക്കെ വെട്ടിച്ച് തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഉച്ചയായി കേട്ടോ. അതുകൊണ്ടാണ് ഫുഡ് വെക്കാനും ഇച്ചിരി ലേറ്റായി. അപ്പോൾ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ ഞങ്ങളിവിടെ ദൈവം അനുഗ്രഹിച്ച് സുഖമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഒന്ന് വഴന്ന് പറഞ്ഞു, എന്നാലും നമുക്ക് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി പച്ചയായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ റൈസിനകത്തോട്ട് ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മല്ലിയില ചെറുതായിട്ട് കണ്ടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. കാണാൻ നല്ല രസമില്ലേ? അതുപോലെ കഴിക്കാനും കുഴപ്പമില്ല. നെയ്യുടെയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കി, കുറച്ച് എടുത്ത് വായിലേക്ക് ഇട്ട് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പൊക്കി പറയുന്നതല്ല കേട്ടോ, നല്ലതാണ്. പിന്നെ അതുപോലെ എനിക്ക് ഈ ഞാൻ വലിയ കുക്കൊന്നും അല്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുതിയ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ കോളിഫ്ലവറും എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ചെറിയൊരു മെഴുക്ക് പുരട്ട് പോലെ ഉണ്ടാക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ റൈസിന് നല്ലതാണ്. അപ്പം നമ്മുടെ മല്ലി വിട്ടിട്ടുള്ള പരിപാടി ഇല്ല കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ഡൽഹിയിലായിരുന്നപ്പോഴത്തേക്കും ഡൽഹിക്കാർ കൂടുതലായിട്ട് എല്ലാ കറിക്കകത്തും മല്ലി ഉപയോഗിക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അവിടുന്ന് പഠിച്ച പണിയാണ് നമ്മുടെ മല്ലി വിട്ടിട്ടുള്ള പരിപാടിയില്ല. മല്ലി ഈയോ എന്തുമാത്രം മല്ലി ഞങ്ങൾ ഉപയോഗിക്കുന്നറിയാമോ. അപ്പോൾ നമ്മുടെ തോരൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഇതൊന്ന് ഓഫാക്കാവേ. പിന്നെ ഇവിടെ നമ്മുടെ ഇന്നും അവോക്കാഡോ ഒരു ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഒരു വെറൈറ്റി രീതിയിൽ നമ്മുടെ പഞ്ചസാരയും പാലും കുറച്ച് നല്ല ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് നല്ല അവോക്കാഡോ ആണ് കേട്ടോ. ഇന്നിപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ലൊരു ഷേക്ക് കടിച്ച് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നത്. ഭയങ്കര ചൂടല്ലേ. ഇത് നമ്മുടെ കുറേ മാസങ്ങളായി കേട്ടോ ഇത് ഈ സംഭവം. നമ്മുടെ ചീനിക്കിഴങ്ങ് നാട്ടിലത്തെ ഇത് മേടിച്ച് വെച്ചിട്ട് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അത് കേടായോ എന്നറിയില്ല. അപ്പോൾ 2 3 വെളുത്തുള്ളി എടുത്താണ്. വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ വളർന്ന് എന്നെക്കാട്ട് ഹൈറ്റിലായി നോക്കി. വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് വളർന്ന് പന്തിരിച്ചു കേട്ടോ. അതിൻ്റെ ബാക്കി വെളുത്തുള്ളി ഇതാണ്ടേ. ഇതിനിപ്പോൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും തോന്നുന്നു. പക്ഷേ ഞാനിപ്പോൾ നടാനൊന്നും പോകുന്നില്ല. ഞാനിപ്പോൾ ഈ ഉള്ള വെളുത്തുള്ളി ഞാനിപ്പോൾ അങ്ങോട്ട് ചതച്ച് ഇതിനകത്തോട്ട് അങ്ങ് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാമേ നമ്മുടെ കോളിഫ്ലവർ വിത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇത് നന്നായിട്ട് സൂപ്പറായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും പിന്നെ നമ്മുടെ അതായത് ചോറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മിക്സ് വെജും എല്ലാം കൂടെ കൂട്ടിയുള്ള ചോറ് വിത്ത് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്.